ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്, പക്ഷേ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 വീക്ക് കണ്ടിന്യൂസ് ലോസാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. കമോഡിറ്റികൾ ഗോൾഡ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈനടുത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം സിൽവർ, കോപ്പർ, അലുമിനിയം, സിങ്ക് ഒക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യയിലെ ചൈനീസ് മാർക്കറ്റുകളും ഹോങ്കോങ് മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. ചൈനീസ് മാർക്കറ്റുകൾക്ക് നാളെ മുതൽ ഫെബ്രുവരി 4 വരെ അവധിയാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ AI ടൂൾ ഡീപ് സീക്ക് വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഗ്ലോബൽ ടെക്നോളജി രംഗത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏഷ്യയിൽ ജപ്പാനിലും തൈവാനിലൊക്കെ ചിപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ 3-4% ഡൗൺ ആണ്. അതുപോലെ തന്നെ അമേരിക്കയിലെ നാസ്ഡാക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അറൗണ്ട് 1.5% ഡൗൺ ആണ്. NVIDIA പോലുള്ള ചിപ്പ് സ്റ്റോക്കുകൾ അറൗണ്ട് 3-4% ഡൗൺ ആണ്. ചൈന വളരെ ലോ കോസ്റ്റിലാണ് ജനറേറ്റീവ് AI ടൂളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കയിലെ ടെക്നോളജി കമ്പനികളിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും കാണാനായിട്ട് സാധിക്കും. വീക്ക് സെൻറ്റിമെൻ്റാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച അവതരിപ്പിക്കാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് ധാരാളം സംശയങ്ങളൊക്കെ ഉണ്ട് ഇൻവെസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ യൂണിയൻ ബഡ്ജറ്റിന് ശേഷം മാത്രമാണ് നമുക്കൊരു ആക്ടിവിറ്റി കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒപ്പം ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. മെജോറിറ്റി റിസൾട്ടുകളും വളരെ കുറവ് റിസൾട്ടുകൾ മാത്രമാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെലിഗെയറിൻ്റെ ഡാബറിൻ്റെ ഓപ്പൺ ഓഫറിന് കൗണ്ടർ ഓപ്പൺ ഓഫർ വന്നിട്ടുണ്ട്. 275 രൂപ പെർ ഷെയർ ആണ് കൗണ്ടർ ഓപ്പൺ ഓഫർ. ഡാബറിൻ്റെ ഓപ്പൺ ഓഫർ 235 രൂപ പെർ ഷെയർ ആണ്. തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ റെലിഗെയർ ടേക്ക് ഓവറിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ബാക്കിംഗ് ന്യൂസ് ഉള്ളൊരു കമ്പനിയാണ്. വീണ്ടും വലിയ ഓർഡേഴ്സ് കിട്ടുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളിൽ ഗബ്രിയേൽ ഇന്ത്യ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ പേര് എംബസി ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ എംബസി ഗ്രൂപ്പായിട്ടുള്ള മെർജറും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗബ്രിയേൽ ഇന്ത്യ ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ലോങ് റണ്ണിൽ ഗബ്രിയേൽ ഇന്ത്യ അക്വിസിഷനും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറിന് ട്രീറ്റ് ചെയ്യാനുള്ള ഡ്രഗ് കണ്ടുപിടിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഈ ന്യൂസും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ UBS ഗ്രൂപ്പ് സ്വിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ് ഇന്ത്യൻ ഇക്വിറ്റീസിനെ 2025 അണ്ടർ വെയ്റ്റ് സ്ട്രാറ്റജിയാണ് അവർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം വെള്ളിയാഴ്ച അവർ 1938 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, റിലയൻസ്, ബ്ലൂ സ്റ്റാർ, അതുപോലെ തന്നെ ഹ്യുണ്ടായി, PTM, സൊമാറ്റോ, TCS ഈ സ്റ്റോക്കുകളൊക്കെ ഒരു ബോട്ടം ഫിഷിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ബാഡ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രീവിയസ് വീക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് പൊസിഷൻസിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പൊസിഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷോർട്ട് കവറിങ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഒരു നെറ്റ് ഷോർട്ട് പൊസിഷൻ തന്നെയാണുള്ളത്. നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ശനിയാഴ്ച അവതരിപ്പിക്കാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റാണ്. യൂണിയൻ ബഡ്ജറ്റിന് ശേഷമായിരിക്കും നമ്മുടെ മാർക്കറ്റിലൊരു ആക്ഷൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ട്രംപ് വീണ്ടും കൊളംബിയയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള
താരിഫ്, അതുപോലെ തന്നെ വീണ്ടും പല സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾക്കെതിരെ പല സാങ്ഷൻസും കൊണ്ടുവരുന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം ഫെബ്രുവരി 1 ചൈനീസ്, അതുപോലെ തന്നെ മെക്സിക്കോ, കാനഡ താരിഫ് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വീണ്ടും വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾക്കുള്ള സഹായങ്ങൾ, ഇസ്രായേലിനും ഈജിപ്തിനും ഒഴികെയുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് സഹായങ്ങളും ഒഴികെ മറ്റെല്ലാ സഹായങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതും ചെറുതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ കൗണ്ടർ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന രീതിയും മറ്റു പല രാജ്യങ്ങളും അമേരിക്കൻ പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പൊതുവേ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഡിസിഷനാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗ്ലോബൽ മാർക്കറ്റുകളെയും വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ബഡ്ജറ്റിന് ശേഷം നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ബഡ്ജറ്റ് വീക്കും അതുപോലെ തന്നെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.